ഗൈസ് ഗുഡ് മോർണിംഗ്. പോക്ക് എണീറ്റുള്ളൂ. ഇനി പോയി ഒന്ന് ഫ്രഷ് ആവണം, ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. യെസ്, ഇനി അവിടെ ചെന്നിട്ടാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാൻ. ഒരു വ്യത്യാസം വന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ, നേരത്തെ സൂര്യൻ താഴെ ഇരുട്ടണില്ല. രാത്രി അതുപോലെ തന്നെ രാവിലെ അതുപോലെ തന്നെ പെട്ടെന്ന് സൂര്യൻ വരണം. ഇല്ല, അല്ലെങ്കിൽ ഇത്തിരി നേരത്തെ തന്നെ വന്നുകൊണ്ടിരുന്ന 5:45 6 ഇഞ്ചിന് വന്നുകൊണ്ടിരുന്നതാണ്. നേരെ ഇവിടെ ഇതുപോലെ കിടക്കും അറ്റ്മോസ്ഫിയർ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ ചെന്നൊന്ന് ഫുള്ളൊന്ന് റീഡിങ് നോക്കണം. അത് തന്നെ, കുഴപ്പമൊന്നുമില്ല. ഫുള്ള് ചെക്ക് ചെയ്ത് ഇപ്പോൾ പമ്പൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട. അവർ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ചെറിയ രീതിയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ ഇതിപ്പോൾ വലിയ പ്രശ്നമില്ല. ഒരു ടീം വരുന്നുണ്ട് പറഞ്ഞതാണ്. യെസ്, പമ്പ് നോക്കാൻ വേണ്ടി ഇവിടെ ഫുള്ള് ഓക്കെ, സെറ്റാണ്. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ജസ്റ്റ് കുറച്ച് നേരം വെയിലുള്ള നിൽക്കണം പുറത്ത്. ഞാൻ ഫുള്ള് തണുത്തിരിക്കും. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നു, ഒന്നും കുഴപ്പമില്ല. ഇവിടെ ഇത് തന്നെ ചെയ്തു. യെസ്, കുറച്ച് നേരം ചെയ്യാറുള്ളൂ. ലാസ്റ്റ് കൈയും കുറുക്കൊന്നും എടുത്തുവിടാന്നായിരിക്കും. വെറുതെ എന്തിന്. ഒരു 10, 9:30, 8:30, 6 ഇഞ്ചാകുമ്പോൾ അവരും വരും. ടീംസ് ഉണ്ടെങ്കിൽ, വേറെ അവരോടോ ഇല്ലെങ്കിൽ. ചിലപ്പോൾ എൻജിനീയറും വരുമെന്ന് പറഞ്ഞാൽ കേട്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ ഉള്ളവൻ്റെ ഷൂ വന്നായിരുന്നു. സംഭവം കംപ്ലൈൻ്റ് ആയിരുന്നു. വർക്ക് നടക്കുന്നു, പമ്പ് റിപ്പയറിങ്. ജസ്റ്റ് നോക്കട്ടെ പോയി. നമ്മളൊന്നും ചെയ്യില്ല, ചെറുതായിട്ട് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേണ്ടി വരുള്ളൂ. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ പോയി ഒന്ന് കമ്പ്യൂട്ടർ ഫുള്ളൊന്ന് ചെക്ക് ചെയ്ത്. അത് കംപ്ലൈൻ്റ് റെസ്റ്റിന് സംഭവം എന്തോ ആദ്യം അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നായിരിക്കും. അത് ചെക്ക് ചെയ്യണതിന് അതിൻ്റെ സ്റ്റാർട്ടർ അടിച്ചു പോയപ്പോൾ പിന്നെ റെസ്റ്റായിരുന്നു. 3-4 മാസം റെസ്റ്റായിരുന്നു. ഇനി പോയി ഒന്ന് കമ്പ്യൂട്ടർ ബേസ് ഫുൾ ചെക്ക് ചെയ്യണം. യെസ്, നേരത്തെ നേരെ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കും. സ്ഥലം ഇതൊന്നും കഴിച്ചില്ല. ഒരു ടീം വന്ന് പണി നടന്ന് പോയി കഴിക്കട്ടെ. വേറെ കുഴപ്പമൊന്നുമില്ല. ചെക്ക് ചെയ്ത് കമ്പ്യൂട്ടർ ബേസ് ഗുഡ്. ഫുഡ് റെഡിയായി. ഇതും കഴിക്കണം. ഇത് കഴിക്കുന്നതിന് മുമ്പേ പോയിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരണം. മനസ്സിലായ? റൗണ്ട് അടിച്ചിട്ട് വരണം. കാരണം എടുക്കാൻ 1 മണിക്കൂറോളം ഇവിടെ ഒന്ന് പോയൊന്ന് റൗണ്ട് അടിച്ച് റീഡിങ്ങും എഴുതി. ഫോണും ചാർജ് കയറണം. ആദ്യം പോയി നോക്കിയിട്ട് വരട്ടെ. എന്ന് പറഞ്ഞാൽ അടുത്ത നേരെ ഇപ്പോഴത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. യെസ്, ഫോൺ ഫുൾ ചാർജായി വന്നുകൊണ്ട് എടുക്കാൻ വന്ന
ഇനി അതും എടുത്തിട്ട് അവിടെ ഇരിക്കുക. എന്നാ പയ്യെ ഇങ്ങ് വരാം. അതുകൊണ്ട് വലിയ പരിപാടിയൊന്നുമില്ല. സമയം പെട്ടെന്ന് പോയി. ഈ ദിവസം തീരാതെ. എന്ത് ചെയ്യാനാ? ചെടി വെള്ളം ഒഴിച്ച് ഇനിയിപ്പോൾ ഒന്ന് കമ്പ്യൂട്ടർ ബേസ് വെച്ച് നോക്കണം. ഇപ്പോഴല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുളിക്കാൻ പോകുന്നതിന് മുമ്പേ. ഇവിടെ അങ്ങിരിക്കണം കുറച്ച്. സെക്യൂരിറ്റി പുള്ളി റൗണ്ടിങ്ങിന് ഇറങ്ങിയത്. പുള്ളി ഇറങ്ങിയതാ. ഈ പുള്ളി എങ്ങനെയാണ്? 2-3 പേരുണ്ട്. 8-9 സെക്യൂരിറ്റി ഉണ്ട്. ഇതിൽ 2-3 പേര് ഇങ്ങനെ ഫുള്ള് കറങ്ങും. അവരകത്തിരുന്ന് ബോറടിക്കുന്നതായിരിക്കും. അവർക്ക് 6 മണിക്കൂർ എന്തോ ഡ്യൂട്ടി ഉള്ളൂ, അങ്ങനെ എന്തോ ഉണ്ട്. അവരുടെ ഡ്യൂട്ടി പിന്നെ വിഷയമാണ്. നമ്മളെ ഡ്യൂട്ടി അതിനേക്കാൾ വിഷയമാണ്. ഇന്നത്തെ സൺസെറ്റ് ഒട്ടിപ്പൊളി, വേറെ ലെവൽ. ആകാശത്തിൻ്റെ കളറാണ് അതിനെ രസമാണ്. കണ്ട ലക്കി മാൻ ആഫ്റ്റർ എ ലോങ് ടൈം എഗോ. അയ്യോ എത്താറായി. എങ്ങനെ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. അടിപൊളിയല്ലേ? ഇതാണ് ബ്യൂട്ടി മാൻ. പെർഫെക്റ്റ് ടൈം. പക്ഷേ പെർഫെക്റ്റ് ടൈം 5:47. ചില സമയത്ത് 5:30 വന്നാൽ പോലും കാണാൻ കിട്ടൂല. 5:30 മുമ്പ് ഫുള്ള് വാഷ് ഔട്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഉണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഫുള്ളൊന്ന് ലൈറ്റൊക്കെ ഓണാക്കി സെറ്റാക്കണം. ബൈ. അതിൻ്റെ ശേഷം വേറെ ഇനി കുഴപ്പമൊന്നുമില്ല. എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എല്ലാം ഓക്കെയാണ്, ഡണ്ണാണ്. നമ്മളെ ലെവലിൽ മാത്രം ഇനി നോക്കിയാൽ മതി. ബാക്കിയെല്ലാം പെർഫെക്റ്റാണ്. ഇനി ഇവിടെ തന്നെ അങ്ങ് ഇരിക്കുക. നാളെ ചിലപ്പോൾ ടീം വരുമെന്ന് തോന്നും. കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാറുണ്ട്. ഇവിടെ കഴിവില്ല, അതായത് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ വഴിയാണ് കഴിവുള്ളത്. പിന്നെ അത് അങ്ങനെ ഇട്ടിരുന്നുകൂടാ. ഫയർ എക്സ്റ്റിങ്ക്വിഷനാണ്. ഇൻ കേസ് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അത് വേണം. അതുകൊണ്ട് അങ്ങനെ ഇട്ടിരുന്നുകൂടാ. ഇതിപ്പോൾ പെട്ടെന്ന് റിപ്പയർ ചെയ്യും, ടീം വന്ന് റിപ്പയർ ചെയ്യും. ഇവിടെ അങ്ങനെ പിടിക്കൂല. അല്ല, ഇൻ കേസ് എന്നാലും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നാളെ വരണം. അതുകൊണ്ട് നാളെ ടീം വരും. ഇനി ഇത്ര തന്നെ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ തന്നെ 2-3 മണിക്കൂറോളം ഇവിടെ തന്നെ ഇരിക്കണം. യെസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. എല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.